നാളെ പാടത്ത് എത്ര പേരുണ്ടാവും? 12 പേരുണ്ടാവും. ആ, പാടത്തെ പണി നാളെ കൊണ്ട് തീരണം. മറ്റൊന്ന് മുതൽ തെങ്ങേറ്റം തുടങ്ങേണ്ടതാണ്. മനസ്സിലായോ? ശരി സർ. ആരാത്? അതാ സുദേവന്റെ മോള നന്ദിനി. ഓ, അവളാണോ? എന്താ? എനിക്ക് മൂർത്തി സാറിനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. അവരിവിടുത്തെ പണിക്കാരാ. എന്ത് കാര്യമായാലും അവര് കേൾക്കുന്നുണ്ട്. എനിക്ക് യാതൊരു വിരോധവുമില്ല. സാറിന്റെ മോൻ ഇവിടെ ഉണ്ടോ? കിരൺ ഉണ്ട്. ഒന്ന് വിളിക്കോ? കിരൺ, മോനെ കിരൺ, എന്താ കാര്യം? എനിക്കൊരു അനിയത്തിയുണ്ട്. പേര് കാർത്തിക എന്നാ. കോളേജ് പഠിക്കാൻ. സാറിന്റെ മകൻ സ്ഥിരമായിട്ട് അവളെ ശല്യം ചെയ്യുന്നുണ്ട്. കൊച്ചു പിള്ളേരൊക്കെ അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയെന്നും കുറച്ചു നേരം പുറകെ പോയിന്നൊക്കെ ഇരിക്കും. അതൊക്കെ പ്രായത്തിന്റെയാ. അതെ, അതൊക്കെ എനിക്ക് മനസ്സിലാവും സാർ. പക്ഷെ സാറിന്റെ മകന്റെ രീതി അതല്ല. നീ എന്റെ അനിയത്തോട് എന്താടാ പറഞ്ഞത്? നിന്റെ കൂടെ 3 ദിവസം ടൂർ വരാനോ? നീ ആരാടാ? അതെ, ചോദിക്കാൻ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാനത് അവനോട് ചോദിച്ചോളാം. അല്ലാതെ നിന്റെ ചോദ്യം ചെയ്യലൊന്നും വേണ്ട. സാർ ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരാളാ, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാ. എന്നിട്ട് എന്താ നല്ല ശീലങ്ങളൊന്നും മോനെ പഠിപ്പിക്കാത്തത്? അവൻ നിന്റെ പെങ്ങളെ കയറി പിടിച്ചോ അതോ നശിപ്പിച്ചോ? മകനെ മുന്നിൽ നിർത്തി ഈ ചോദ്യം ചോദിക്കുന്ന ഒരു അച്ഛനുണ്ടെങ്കിൽ ഇവൻ വഴിപിഴച്ചു പോയതിൽ എനിക്ക് വലിയ അത്ഭുതം തോന്നില്ല. നീ ആരടി എന്റെ അച്ഛനെ കുറ്റം പറയാൻ? നീ ഏതോ കോടീശ്വരനെ വലവീശി പിടിച്ചതിന്റെ അഹങ്കാരമാണെങ്കിൽ അതുതാ ഇവിടെ വന്ന് കാണിക്കണ്ട. എനിക്ക് ഈ നാട്ടിലെ ഏത് പെണ്ണിനോടും എന്ത് താല്പര്യം ഉണ്ടെങ്കിലും അത് ഞാൻ ചെയ്യും. അത് ചോദിക്കാൻ വേണ്ടിട്ട് ദാ ഇങ്ങോട്ടാരും കേറി വരണ്ട. സർ, സത്യത്തിൽ ഞാൻ വന്നത് മകൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഒരച്ഛന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ, അവനെ ഉപദേശിച്ച കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ഇതിപ്പോ മകൻ ഇങ്ങനെ തന്നെ വളരണമെന്ന് സാറിന് നിർബന്ധമുള്ള പോലെയാണല്ലോ. എന്റെ മകൻ അവന്റെ സന്തോഷത്തിനൊത്ത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അച്ഛനാ ഞാൻ. അവന്റെ പ്രായത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ എന്തവൻ ചെയ്താലും ഞാൻ അതിൽ ഇടപെടില്ല. പിന്നെ പെൺപിള്ളേരും ആൺപിള്ളേരും തമ്മിലുള്ള ഇടപാട്. നിന്റെ വീട്ടിലെത്തുമ്പോ നിന്റെ അനിയത്തി ചിലപ്പോ പാവമായിരിക്കും. പക്ഷെ പുറത്തിറങ്ങിയ അവളുടെ സ്വഭാവം എന്താണെന്ന് നിനക്കറിയില്ലല്ലോ. എന്റെ അനുജത്തിമാരെ മാന്യമായിട്ട് ജീവിക്കാനാണ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഇതുപോലൊരു അച്ഛൻ മകനെ വളർത്തുന്നത് ഈ നാട്ടിൽ വേറെ ഉണ്ടാവില്ല. നാണോ ഇല്ലേ നിങ്ങക്ക്? ഈ നാട്ടിൽ ഏതൊരു പരിപാടി നടന്നാലും അധ്യക്ഷനായിട്ടോ ഉദ്ഘാടകനായിട്ടോ കയറി നിന്ന് ആളുകളെ നന്നാക്കുന്ന പ്രസംഗം നടത്താറുണ്ടല്ലോ. സ്വന്തം കുടുംബം നന്നാക്കിയിട്ട് പോരെ അതിനൊക്കെ ഇറങ്ങിത്തിരിക്കാൻ? നിനക്ക് എന്ത് യോഗ്യത ഇതൊക്കെ പറയാൻ? നീ നിന്റെ മുതലാളിയുടെ വീട്ടിൽ കല്യാണത്തിന് പോയതും പിന്നെ അവിടെ പൊറുപ്പ് തുടങ്ങിയതൊക്കെ ഈ നാട്ടുകാർക്കൊക്കെ അറിയാവുന്ന കഥകളാ. ആ ചെയ്ത നീ എന്നെ ഉപദേശിച്ച് നന്നാക്കാൻ ശ്രമിക്കുകയാണോ? ഇതേ കാര്യം എന്റെ അനിയത്തോട് നിങ്ങളുടെ മോനും പറഞ്ഞു. എന്നിട്ടും ഇവനെ ഞാൻ കൈനീട്ടി തല്ലാത്തത് ഇത് നിങ്ങളുടെ വീടായതുകൊണ്ടാ. അതല്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യോടി? കാണണോടാ നിനക്ക്? അത്രയ്ക്ക് ചങ്കൂറ്റുള്ളവനാണെങ്കിൽ നീ ഒരു പൊതുസ്ഥലത്ത് വന്നു നിന്ന് എന്റെ അനിയത്തെ എന്തേലും പറഞ്ഞു നോക്ക. നിന്റെ നാവ് പിന്നെ ബാക്കി ഉണ്ടാവില്ല. മിണ്ടാതിരിക്കടോ മനുഷ്യ. നല്ലവന്റെ വേഷം കെട്ടി നടന്നാ പോരാ, മനസ്സ് നന്നാവണം. താൻ തന്റെ മകനെ എങ്ങനെ വേണേലും വളർത്തിക്കോ. പക്ഷെ ഈ വൃത്തികെട്ട മൃഗത്തിനെ എന്റെ അനിയത്തിക്ക് നേരെ അഴിച്ചു വിട്ടാ ഇവന്റെ കഴുത്തിന് മേലെ തലയുണ്ടാവില്ല. അടുക്കളയിൽ ഇരിക്കുന്ന വാക്കത്തി എടുക്കാനും അതൊന്ന് വീശാനും നന്ദിനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലെന്ന് മനസ്സിലാക്കിക്കോ. എന്റെ അനിയത്തിമാരുടെ കാര്യമാവുമ്പോ എന്റെ കൈ വിറക്കില്ല. കേട്ടോ മൂർത്തി സാറേ? Love is the dawn.